ഗുഡ് മോർണിംഗ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞായറാഴ്ച പള്ളിയിലൊക്കെ പോയി വന്ന് നേരെ അടുക്കളയിലോട്ടാണ് കയറിയത്. ഇന്നത്തെ കുക്കിങ്ങിന് ഇത്തിരി ടൈം എടുക്കും. ആൽഫാം മന്തിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. എന്തൊക്കെയാണ് പരിപാടികൾ എന്ന് കണ്ടാലോ. ആദ്യം തന്നെ ഒരു മസാല റെഡിയാക്കണം. അതിന് വേണ്ടിയിട്ട് 2 കുഞ്ഞ് ക്യാപ്സിക്കം കൊത്തി ഉറുക്കി എടുത്താൽ മതി. ഇതെല്ലാം അരയ്ക്കാനുള്ളതല്ലേ. ഒരു 3 പച്ചമുളക്. എൻ്റെ എരിവ് ഇത്തിരി കൂടുതലായിരുന്നു. എരിവിച്ചിരി കുറച്ചാലും കുഴപ്പമില്ല. ഒരു 7-8 വെളുത്തുള്ളി, ഒരു മീഡിയം സൈസിലുള്ള സവോള എടുത്തപ്പോൾ കുറച്ച് താഴെപ്പോയി, പക്ഷെ അത് ഞാൻ പറക്കിയിട്ടിട്ടുണ്ട് കേട്ടോ. 3/4 ടീസ്പൂൺ കുരുമുളക്, 1 ടീസ്പൂൺ ചെറിയ ജീരകം. ഇതെല്ലാം കൂടി ഇട്ടിട്ട് വെള്ളം ഒഴിക്കേണ്ട കാര്യമില്ല, അരച്ചങ്ങ് എടുത്തുകൊള്ളുക. നന്നായിട്ട് പേസ്റ്റ് പോലെ അരയണ്ട, ഇത്തിരിയൊക്കെ തരിതരി പോലെ കിടന്നോട്ടെ. ഇതിലേക്ക് ഇനി കുറച്ച് സ്പൈസസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാനുണ്ട്. ഒരു 1.5 കിലോ ചിക്കനാണ് ക്ലീനിങ് എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ എടുത്തേക്കുന്നത്. അതിലേക്ക് ഒരു 4 ഏലക്ക, 4 ഗ്രാമ്പു, 2 ചെറിയ പട്ട, കറുവപ്പട്ട ഇങ്ങനെ കൈ കൊണ്ട് ജസ്റ്റ് ഒന്ന് പൊടിച്ചിട്ട് കൊടുത്താൽ മതി. ഒരു ബേ ലീഫ് 2-3 ആയിട്ട് അങ്ങോട്ട് കീറിയിടുക. ഇനി കുറച്ച് മല്ലിപ്പൊടിയും കാശ്മീരി മുളക് പൊടിയും ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ മല്ലിപ്പൊടി 1 ടേബിൾ സ്പൂണും കാശ്മീരി മുളക് പൊടി 1/4 ടീസ്പൂണുമാണ് ഇട്ട് കൊടുത്തത്. പിന്നെ വേണ്ടത് 2 മാഗി ക്യൂബ്സ്. അത് നന്നായിട്ട് അങ്ങോട്ട് പൊടിച്ചങ്ങോട്ട് ഇട്ടുകൊള്ളുക. പിന്നെ 4-5 ടേബിൾ സ്പൂൺ റിഫൈൻഡ് ഓയിൽ, ഞാനിവിടെ സൺഫ്ലവറാണ് ചേർത്തേക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് അങ്ങോട്ട് ഉടച്ചു കൊടുക്കണം. അതിനകത്ത് ആ മാഗി ക്യൂബ്സ് ഒക്കെ നന്നായിട്ട് മെൽറ്റായി വരണം കേട്ടോ. ഇതിനിടയ്ക്ക് ഒരു ചെറിയ കൈ കാണാൻ പറ്റും, അതെൻ്റെ കുഞ്ഞുമോനാണ്, അവൻ എന്നെ ഹെൽപ്പ് ചെയ്യാൻ വന്നതാണ്. ഈ സമയത്ത് ഇതിലേക്ക് ഒരു ഡ്രൈ ലെമണും കൂടെ ഞാൻ ചെറുതായിട്ട് പറ്റണ പോലെ കീറിയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ മസാല എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നന്നായി എല്ലാം ഒന്ന് ചേർന്ന് വന്നു എന്ന് തോന്നിയാൽ വരഞ്ഞു വെച്ചിരിക്കുന്ന ചിക്കനെല്ലാം മസാലയിലേക്കിട്ട് നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ച് വെക്കുക. ഞാൻ പറഞ്ഞല്ലോ, ഇത് കുക്ക് ചെയ്യുന്നത് സൺഡേ ആണ്. ഞാനിത് സാറ്റർഡേ ലേറ്റ് നൈറ്റ് ആയിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ആകപ്പാട് ഒരു ഇരുട്ടൊക്കെ ഫീൽ ചെയ്യുന്നത്. മാരിനേറ്റ് ചെയ്ത് ഓവർനൈറ്റ് വെക്കുന്നതാണ് എപ്പോഴും നല്ലത്. എന്നിട്ട് ഒരു നല്ല എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ മതി. ഇൻ കേസ് ടൈം ഒട്ടും കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ മിനിമം ഒരു 1 അവറെങ്കിലും വെക്കാൻ ശ്രമിക്കുക. മസാലയെല്ലാം ഒന്ന് പിടിച്ച് കിട്ടണമല്ലോ. ഇതിനിടയ്ക്ക് ഒരു കാര്യം പറയാതിരിക്കാൻ പറ്റില്ല. ആൽഫാമിൻ്റെ പീസസ് ഒക്കെ കടയിൽ ചെല്ലുമ്പോൾ കിട്ടുന്ന വേറൊരു ഷേപ്പിലാണ്. ഞാൻ ആ ചിക്കൻ കടയിലെ ചേട്ടനോട് 6 പീസ് ആൽഫാമാക്കി തരണം എന്ന് പറഞ്ഞപ്പോൾ ചേട്ടൻ അത് 8 പീസാക്കി തന്നു. അതിൻ്റെ ഷേപ്പും അങ്ങ് ഒത്തു വന്നില്ല. അങ്ങനെ മാരിനേഷൻ ഡേ കഴിഞ്ഞു. ഇനി കുക്കിംഗ് ഡേ ആണ്. പള്ളിയിൽ പോകുന്നതിന് 1 മണിക്കൂർ മുമ്പ് ഞാനതെടുത്ത് പുറത്ത് വെച്ചിരുന്നു, തണുപ്പൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട്. ഇനി ഈ പാത്രത്തിലേക്ക് എണ്ണ ഒഴിക്കുന്നില്ല, വെള്ളം ഒഴിക്കുന്നില്ല. ഈ മസാലയെല്ലാം ഇട്ട് ചിക്കൻ അതിനകത്തേക്ക് വെച്ച് ഒരു 3/4 വേവാക്കി എടുക്കണം. നന്നായിട്ടൊന്ന് ബോയിലായി വരുന്നത് വരെ ഫുൾ ഫ്ലെയിമിലും, അതിനുശേഷം മീഡിയത്തിലേക്കും കുറച്ച് വയ്ക്കും. ഇടയ്ക്കിടയ്ക്ക് എല്ലാ പീസസും തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കണം. എല്ലാ സൈഡും വെന്ത് വരണമല്ലോ. ഈ മന്തി ഉണ്ടാക്കൽ വലിയ ചടങ്ങാന്നായിരുന്നു ഞാൻ വിചാരിച്ചിരുന്നത്. ഈ മസാല അരച്ച് ഈ സംഭവം ഒന്ന് വേവിച്ചെടുത്തു കഴിഞ്ഞാൽ പടപടാന്ന് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ കൂടെ സെല്ല റൈസ് ഞാനൊരു 1/4 മണിക്കൂർ മുമ്പ് വെള്ളത്തിൽ കുതിരാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ചിക്കൻ വേകുന്നത് വരെ വേറെ പണിയൊന്നുമില്ല. ആ സമയം കൊണ്ട് ടൊമാറ്റോ ചട്നി അരച്ചെടുക്കാം. കുറച്ച് മല്ലിയില, 3-4 വെളുത്തുള്ളി, ഒരു മീഡിയം സൈസ് സവോള, 3-4 തക്കാളി, എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളക്, ആവശ്യത്തിനുള്ള ഉപ്പ്, ഒരു 1/4 ടീസ്പൂൺ പഞ്ചസാര. അത് എരിവും പുളിയെല്ലാം ഒന്ന് ബാലൻസ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഈ സമയം കൊണ്ട് ചിക്കനൊക്കെ റെഡിയായി വന്ന് ഞാനതൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റി. ഇനി ഇതിലേക്ക് ഒരു ഡ്രൈ ലെമൺ, കുറച്ച് മല്ലിയില, കുറച്ച് പുതിനയില, ഒരു പിടിയോളം വരും. സെല്ല റൈസ് ആണ് എടുക്കുന്നത്. 4 ഗ്ലാസ്, 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം, അതാണ് കണക്ക്. ചിക്കൻ വേവിച്ചതിൻ്റെ ബാക്കി മസാല എല്ലാം കൂടെ ഏതാണ്ട് ഒരു 1.5 ഗ്ലാസോളം വരും. അപ്പോൾ ഇനിയൊരു 4.5 ഗ്ലാസ് വെള്ളവും കൂടെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ആ വെള്ളമെല്ലാം നന്നായി ഒന്ന് തിളച്ച് വരുന്ന സമയം കൊണ്ട് വേവിച്ച് വെച്ചിരുന്ന ചിക്കൻ ഒന്ന് ഗ്രില്ല് ചെയ്തെടുക്കാം. പാനിലിട്ട് തന്നെയാണ് കേട്ടോ ചെയ്യുന്നത്. പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് അതിലേക്ക് ചിക്കൻ നിരത്തി വെച്ച് കുറച്ച് ഫുഡ് കളർ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. 1/2 ടീസ്പൂൺ റെഡ് കളർ ഒരു 1/4 ഗ്ലാസ് വെള്ളത്തിലൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ട് ഇതിലേക്ക് കളർ ചെയ്ത് കൊടുക്കുകയാണ്. ഇത് ആവശ്യമുള്ള കാര്യമൊന്നുമല്ല, വീഡിയോ എടുക്കുന്നതുകൊണ്ട് മാത്രം ചെയ്തതാണ് കേട്ടോ. ഫോട്ടോ എടുത്ത് വയ്ക്കുമ്പോൾ ഒരു കളറൊക്കെ തോന്നണ്ടേ. ഇത്രയും പരിപാടിക്കിടെ വെള്ളമൊക്കെ തിളച്ച് വന്നു. അതിലേക്ക് ഞാൻ റൈസ് ഇട്ട് കൊടുക്കുകയാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മൂടി വയ്ക്കുക. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക. വെള്ളം വറ്റിപ്പോയോ മുട്ടിപ്പിടിച്ചോ എന്നൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ചിക്കൻ അവിടെ ഗ്രില്ലാവുന്നുണ്ട് കേട്ടോ. ചെറിയ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ചിലപ്പോൾ കരിഞ്ഞു പോകും. തിരിച്ചു മറിച്ചു ഇട്ട് കൊടുക്കണം. 4 സൈഡും നന്നായിട്ടൊന്ന് മുരിഞ്ഞു വരണമല്ലോ. ചട്നി അരയ്ക്കാൻ വേണ്ടി ഇൻഗ്രീഡിയൻസ് എടുത്ത സമയത്ത് തക്കാളിയും പച്ചമുളകും ഉപ്പും പഞ്ചസാര ഇട്ടത് വീഡിയോയിൽ വന്നിട്ടില്ല. ആക്ച്വലി ഞാൻ ക്യാമറ എല്ലാം സെറ്റ് ചെയ്ത് ഡയറക്റ്റ് ചെയ്ത് വെച്ചിരുന്നതായിരുന്നു, പക്ഷെ ഓണാക്കാൻ മറന്നുപോയി. വീഡിയോയിൽ ആഡ് ചെയ്തിട്ടില്ല എന്നേ ഉള്ളൂ, പക്ഷേ ഇതെല്ലാം ഇടണം കേട്ടോ. ചിക്കനും റൈസും ഒക്കെ ഏകദേശം വേവായി കഴിഞ്ഞപ്പോൾ അത് ഓഫ് ചെയ്ത് വെച്ചിട്ട് കാറ്റേഴ്സും കഴിഞ്ഞ് പിള്ളേരെ കൂട്ടിക്കൊണ്ടുവരാൻ പോയതായിരുന്നു കേട്ടോ. അതാണ് ഇപ്പോൾ പുതിയ ഡ്രസ്സിൽ നിൽക്കുന്നത്. ഇത്രയൊക്കെ ചെയ്ത സ്ഥിതിക്ക് ഇതൊന്ന് സ്മോക്ക് ചെയ്തെടുക്കണമല്ലോ, അതാണ് ഇനിയത്തെ പരിപാടി. ആ റൈസിൻ്റെ മുകളിലേക്ക് ചിക്കനൊക്കെ നല്ല വൃത്തിയായിട്ട് അടുക്കി വെക്കുക. നടുക്കൊരു കുഞ്ഞു പാത്രത്തിൽ കരി ചൂടാക്കി അതിലേക്ക് കുറച്ച് ബട്ടറോ ഓയിലോ ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ ബട്ടറാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. എന്നിട്ട് നല്ല ടൈറ്റായിട്ട് അടച്ചു വയ്ക്കുക. നല്ല സ്മോക്കി എഫക്റ്റ് ആയിരിക്കും കേട്ടോ. വേണമെങ്കിൽ നമുക്ക് അതിൻ്റെ അടിയിൽ നിന്ന് ഫ്ലെയിമും കൂടെ ഓൺ ചെയ്യാം. സിമ്മിലിട്ടാൽ മതി. ഒരു 5 മിനിറ്റ്
അത്ര ഇരുന്നാൽ മതി. സ്മോക്കിംഗ് എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ അൽഫാം എങ്ങനെയായത് കണ്ടേ, ഇതായിരുന്നു കേട്ടോ കണ്ടീഷൻ. ടേസ്റ്റ് ഉണ്ടെങ്കിൽ പിന്നെ ചിക്കൻ്റെ ഷേപ്പിലൊന്നും കാര്യമില്ലെന്നേ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോട്ടോ. ഹോം മെയ്ഡ് അൽഫാം വിത്ത് ചട്നി ആൻഡ് മയോണൈസ് കഴിച്ചു നോക്കട്ടെ. എൻ്റെ ചാനൽ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും നന്ദി. അടുത്ത വീഡിയോ കാണാം.